കുറച്ചേരം കൂടി കുളിക്കാം നമുക്ക്. ഇനി വിളിക്കണ്ട പരിപാടിയേ. ഇനി നമ്മള് വരുമ്പോ മാസത്തിന് 2 പ്രാവശ്യം വരണം. അടിപൊളി സൂപ്പർ. എപ്പോഴും വന്നാ മടുക്കും. ഞങ്ങൾക്ക് വേറെ സ്ഥലത്തോട്ട് വേണം, എപ്പോഴും കടപ്പണം വേണ്ട. അടുക്കൊക്കെ ചെയ്യും, പിന്നെ പോക്കറ്റും പൊളി. പക്ഷെ ഗംഭീര പരിപാടി കേട്ടാ. ഞാൻ എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല ഇങ്ങനെയുള്ള യാത്ര. പരിപാടിയാ. അല്ല നമ്മളിനി അടുത്ത പ്രാവശ്യം ആരെ കാണാൻ വേണ്ടിട്ട് പോരുന്ന പറയാ വീട്ടില്. ഇപ്പൊ ആരെ കാണാനാ പോകുന്നത്? ഇപ്പൊ നമ്മള് ഗുഹാനന്ദ സ്വാമി സ്വാമിനായിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കുക. അടുത്ത തവണ നമുക്ക് പരീക്കാടെ തങ്ങളില്ലേ മറ്റേ അല്ല ഒരു പ്രാവശ്യം നമുക്കേ വിറ്റകളൊക്കെ ആയിട്ട് വരണട്ടോ കടപ്പുറത്ത്. ഞാനും അല്ല എന്നാലും ഒന്ന് കൊണ്ടുവരണ്ടേ. പോയ പരീക്ക അവര് കുടുംബത്തിരിക്കട്ടെ. ഇവിടെ ആർമാദിക്കാൻ പറ്റില്ല. ചെക്കനൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് കേറിപ്പോരേ. ശരി എന്നാലും ഒന്ന് കാണിക്കണം കേട്ടോ തന്നെ ഒരു ദിവസം. അതെ ഞാനൊന്ന് ഗുഹാനന്ദ നല്ല വിഷമം എന്തൊരു കഴിക്കാൻ. എന്നാലേ ഇതവിടെ ആ വഞ്ചിയൊക്കെ കിടക്കുന്നിടത്ത് ഹോട്ടലും ഉണ്ട്, മിസ്സിമാരും കിടപ്പുണ്ട്. എന്തിനു കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ എല്ലാം കാണാൻ പറ്റില്ല. ആര് കിടപ്പുണ്ട്? മദാമല്ല കടലാമല്ല. ഈ അവസാനം വിളിച്ചപ്പോ ഓരെന്താ പറഞ്ഞ്? 3 പേരും കൂടിയിട്ട് സിദ്ധനെ കാണാൻ ക്യൂ നിക്കുവാന്ന്. അവിടെ ഭയങ്കര തിരക്കാണ്. കള്ളത്തരാണ്. ആരോടാണ് ഈ പറയണമോ? ചൂട് എന്നാലും ഞാൻ ആലോചിക്കണതേ 3 കുടിച്ച് പോയില്ലേടി. നമ്മൾ അനുവദിച്ചിട്ടല്ലേ പോയിട്ട് വരട്ടെ. കള്ളത്തരവും പറഞ്ഞ കറങ്ങാൻ പോയിക്കാ. നീ ചോറും കറിയൊക്കെ വെച്ചോ? ഇന്നലത്തെ ചോറുണ്ട്, തിളപ്പിച്ച് വറക്കാൻ വെച്ചിരിക്കുക. പിന്നെ മീൻകറി ഇരിക്കുന്നുണ്ട്, അതൊന്ന് ചൂടാക്കാം. അതെന്താ ഇന്നലത്തെ ചോറ് ഇന്നെന്താ വെക്കാത്ത? മൂപ്പരില്ലാത്തോണ്ടൊരു ഇൻട്രസ്റ്റ് ഇല്ലടി. പിന്നെ മൂപ്പരുണ്ടെങ്കിൽ അതൊന്നും സമ്മതിക്കൂല. അന്നന്ന് വെക്കണതേ കഴിക്കൂ. ഓനാണെങ്കിൽ ഒരു ഉത്സവം ഉണ്ടാക്കി ആ ഉമ്മീന്ന് പറഞ്ഞ ഓടിക്കോളും. അവിടെ ഇത് തന്നെ. ഞാൻ ഇച്ചേന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചേൻ ടൂറെന്നും പറഞ്ഞു പോയപ്പോഴത്തേനും ഞാൻ പിന്നെ ഒറ്റയ്ക്കാ പോലെ. എന്നാലും മൂപ്പരോട് ഇല്ലാത്തോണ്ട് ഒരു ബഹളം കേട്ടോ. അത് ശരിയാട്ടോ, അവിടെ അത് തന്നെയാ. അല്ല നമ്മൾ ഈ കള്ളത്തരം കണ്ടുപിടിച്ചായിരിക്കും പറഞ്ഞ. അത് ഞാൻ പറഞ്ഞില്ല. ഇത് പറഞ്ഞിട്ട് അവരുടെ മൂഡ് കളയണ്ടാന്ന് തോന്നി. കറങ്ങി തരിങ്ങി നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ വരണം. വരട്ടെ, അപ്പൊ കൊടുക്കാം. വരട്ടെ. എന്നാലും എന്തൊക്കെ കള്ളത്തരം അല്ലേ? സിദ്ധനെ കാണാൻ ക്യൂ നിൽക്കുന്നു, തിരക്കാണ്. ഇതൊക്കെ ഇവിടുന്ന് പഠിക്കണുണ്ടോ? കാറിച്ചേ തന്നെ ആയിരിക്കും കള്ളത്തരം മൊത്തം പറഞ്ഞു. പുള്ളിയുടെ കയ്യിലേ ഉള്ളു കള്ളത്തരം മൊത്തം. അതെ, നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് വെറുതെ നേരം വിളിച്ചാൽ അതിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ട് പിന്നെ സമയം പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു അഭിപ്രായം പറട്ടെ. നാളെ എന്തായാലും അധികം ഓടിപ്പാച്ചില് വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ന് തന്നെ കടലിൽ കുളിച്ചിട്ടൊക്കെ ആകെ കയ്യും കാലൊക്കെ വേണിച്ചിട്ട് വയ്യങ്ങായി. അതിനൊക്കെ ആയുർവേദ തിരുമടത്താണ്. ആകെ 2 ദിവസം ഉണ്ട് അതിന്റെ ഇടയിൽ ആയുർവേദ തിരുമ്പ് എങ്ങനെ നടക്കണത്. ഇക്ക് ഒരാഗ്രഹമുണ്ട്. നമ്മള് ഇപ്പോ ചെറായിലാണല്ലോ ഇരിക്കണം. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബോൾഗാട്ടി പാലസ് ഇല്ലേ എറണാകുളത്ത്, കൊച്ചിയില്. അവിടെ ബോട്ടിംഗ് ഉണ്ട്. അതിന് പോയാലോ? ബോട്ടിംഗ് പോയിക്കോട്ടെ. ബോട്ടിംഗും പോവാം, നമുക്ക് മെട്രോയിൽ ഒന്ന് കയറാം. മെട്രോയിൽ കയറാം, അടിപൊളി. മെട്രോയിൽ എനിക്ക് പേടിയാണ്. ഏടെ ചങ്ങായി സാധാരണ തീവണ്ടി മാതിരി തന്നെ. അതെ, പക്ഷെ മോള് കൂടെ അതിന്റെ ടിക്കറ്റ് എടുത്താ ഓരോ ക്വാർട്ടർ കൊടുക്കണ്ട ഓരോരുത്തർക്ക്. ഓരോ ക്വാർട്ടർ കിട്ടുമെന്ന് ടിക്കറ്റ് എടുത്താ. എന്താ പേടിയില്ലേ? ഓടാറുത് വെറുതെ. അത് അങ്ങനെയാണെങ്കിൽ മൂപ്പര് വരും. അപ്പൊ അങ്ങനെ മെട്രോയിലൊന്ന് കയറാം. പിന്നെ ബോൾഗാട്ടി പാലത്തിലൂടെ നമുക്ക് ബോട്ടിങ്, ഒരു സിനിമയും കാണാം. സമയം ഉണ്ടെങ്കിൽ സിനിമ കാണാം. സമയം ഉണ്ടാവൂലേ? പിന്നെ ഏത് സിനിമയാണ്? ഏതെങ്കിലും ഒരു പടം അല്ലേ? നല്ല തമാശ പടം എന്തെങ്കിലും കണ്ടാ പോരെ? തമാശയൊന്നും ഇപ്പോഴത്തെ പടത്തിലില്ല. പിന്നെ ഇപ്പൊ സീരിയസ് കാണാൻ എന്തിനാ സിനിമക്കോട് വീട്ടിലിരുന്നാ പോലെ? ഏതെങ്കിലും പറഞ്ഞാൽ സെക്കൻഡ് ഷോന് കയറാം നമുക്ക്. എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കാം. സിനിമയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോരാം. അങ്ങനെ ചെയ്യാം. അപ്പൊ രാവിലെ നമ്മൾ നേരെ ബോൾഗാട്ടി, ഇത് കഴിഞ്ഞിട്ട് ബോട്ടിങ്, മെട്രോ കയറാം. എന്നാലും സമയം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഒരു സിനിമയും കാണാം. സിനിമ കാണാം. സിനിമ നമുക്ക് വേണമെങ്കിൽ അവിടെയും കണ്ടുകൂടെ? അന്നൊരു പണി ചെയ്യാം. നമുക്ക് അതിരപ്പള്ളിക്ക് വിട്ടല്ല, ചാലക്കുടിക്ക് 1 മണിക്കൂറുള്ളൂ. അടിപൊളി. വെള്ളച്ചാട്ടത്തിലൊന്ന് മുങ്ങിക്കിടക്കാം. അതിരപ്പള്ളി വായിച്ചാൽ അത് വേണമെങ്കിൽ മെട്രോ ആണെങ്കിൽ ഒഴിവാക്കി, എന്നാലും വേണ്ടില്ല അവിടെ പോവാം നമുക്ക്. സൂപ്പറാണ്. ഇന്നൊരു കാര്യം, മെട്രോ വേണ്ട നിൽക്കാം. മെട്രോ എനിക്ക് പേടിയാണ് സത്യം. വേണ്ടെങ്കിൽ വേണ്ട. അത് ഞാൻ ഭാര്യ കുട്ടികളായിട്ട് പിന്നെ പള്ളിയിൽ നടക്കണം. അപ്പൊ നമുക്ക് നേരെ അതിരപ്പള്ളിക്ക് പിടിക്കാം. അതിരപ്പള്ളിക്ക് പിടിക്കാം അല്ലേ? അതായത് അപ്പൊ ഒന്നുകൂടി പറയും. ഫസ്റ്റ്
രാവിലെ നേരത്തെ എണീക്കുക, ബോൾഗാട്ടി പോവാ ബോട്ടിങ്, അത് കഴിഞ്ഞാൽ നേരെ അതിരപ്പള്ളിക്കാൻ വിടുക. അതിരപ്പള്ളിക്കാൻ വിടുക. അത് കഴിഞ്ഞിട്ട് മതി സിനിമ. എന്നാ ഇന്ന് ആ ബാക്കിയുള്ളത് ഇങ്ങനെ എടുത്തോ. ഏത് ഏതാ? അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ അപ്പോഴോ കഴിഞ്ഞു. അത് കൊള്ളാലോ. അതെ, ഇതൊക്കെ നല്ല ദൃശ്യട്ടോ. ഇതല്ലേ കാഴ്ച, അതല്ലേ കാണണ്ടേ. ഞാനേ ഒരു സാധനം കൂടെ മേടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനി വേണ്ട അരിക്കാക്ക് വേണ്ട, ഞാൻ നോക്കട്ടെ. എന്തെങ്ങൾ ഇന്റെ മൂടുകൾ നിങ്ങൾ രണ്ടാളത് കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും, പിന്നെ ഞാനാകെ ഒറ്റപ്പെടും. എന്താ മനുഷ്യനാവേ. വെറുതെ അല്ലാത്ത ആൾക്കാർ പറഞ്ഞു ഈ കടലും ആനയും ആകാശമൊക്കെ വല്ലാത്തൊരു സംഭവം തന്നെയെന്ന് പറഞ്ഞല്ലേ. കണ്ടോണ്ടിരിക്കുന്ന രസമല്ലേ, ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണേ, അതാണ് കാര്യം അല്ലേ. പിന്നെ അസ്തമന അകലേ അകലേ അജ്ഞാത ദീപിലേ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു.